അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നിരന്തരമായി ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾ നടത്തി കേരള മുസ്ലിങ്ങൾക്കിടയിൽ വിവാദ പുരുഷനായി മാറിയ പ്രാസംഗികനാണല്ലോ മൂത്തേടത്തുകാരൻ കാസിമി. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അയാൾ നിരന്തരമായി ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾ നടത്തി മുസ്ലിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് വർഷങ്ങളായി അയാൾ പരിശുദ്ധ കഅബയെക്കുറിച്ച്, മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ച്, ഇസ്ലാം വളരെ പവിത്രമായ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, സ്ഥലങ്ങളെക്കുറിച്ച്, ഷിയാറുകളെക്കുറിച്ചൊക്കെ വളരെ കൊച്ചാക്കി പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇയാൾ പരിശുദ്ധ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഇമാം മഹദിയുടെ ആഗമനത്തെക്കുറിച്ചും അറബികളെക്കുറിച്ചുമെല്ലാം നടത്തിയ വിവാദ പ്രസ്താവനകൾ. ഏതൊരു മുസ്ലിമിൻ്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള, ഒരു മുസ്ലിമിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഇയാളുടെ ഈ നിരന്തരമായ വായിട്ടലക്കൽ, ഇതിനെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള പണ്ഡിതന്മാരടക്കം രംഗത്ത് വരികയുണ്ടായി. അങ്ങനെ ഇയാൾ കേരള മുസ്ലിങ്ങൾക്കിടയിൽ തീർത്തും ഒറ്റപ്പെടും എന്ന് കണ്ടപ്പോൾ ഇപ്പം അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ആ ന്യായീകരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇയാൾ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെളുക്കുമോ? ഇയാൾ ഈ നിലയില്ലാ കയത്തിൽ നിന്നും കരകയറാൻ ഇയാൾക്ക് സാധിക്കുമോ എന്നതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കുക. ആദ്യമായി ഇയാൾ മഹദിയെക്കുറിച്ച് നടത്തിയ ആ വിവാദ പ്രസ്താവന ഒന്നുകൂടി കേൾക്കുക. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ പല സംഘടനകളും മഹദി ഇമാമിനെതിരായിരിക്കും. കൂട്ടത്തിൽ ഞാൻ പറയാണ്, മഹദി ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും. മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിനെതിരായിരിക്കും. ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിന്റെ അനുയായികളായിരിക്കും. എന്തുകൊണ്ട്? അവർ ശുദ്ധരായ മനസ്കരാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ. ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്, ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ്. നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ. ആരടാ നിങ്ങളെ പേടിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇതെല്ലാവരും കേട്ടതാണ്. ഇതാണ് ഇയാൾ നടത്തിയ വിവാദ പ്രസ്താവനകളിൽ ഒന്ന്. ഇമാം മഹദി വരുന്ന കാലത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും മഹദിയുടെ അനുയായികൾ. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് മലിനമാക്കപ്പെടാത്ത മനസ്സാണ്, ശുദ്ധമായ മനസ്സാണ്. നേര് കണ്ടാൽ അത് സ്വീകരിക്കാൻ മാത്രം വിശാല മനസ്കരാണ്. അത് BJP ആണെങ്കിൽ പോലും. ശുദ്ധമായ മനസ്സുള്ള ഒരുത്തിന് സംഖ്യയാകാൻ പറ്റുമോ എന്നുള്ള വേറെ ചർച്ചയാണ്, അതാണ് നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ മറുവശം എന്താണ്? ഇന്ത്യയിലെ കോടിക്കണക്കിനായ മുസ്ലിങ്ങളുടെ മനസ്സ് മലിനമാക്കപ്പെട്ട മനസ്സാണ്. അവർ നേര് കണ്ടാൽ സ്വീകരിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ മഹദി വരുന്ന കാലത്ത് ഇമാം മഹദിയുടെ അനുയായികൾ ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും. ഈ പ്രസ്താവന വന്നതോടുകൂടി, ഇത് മാത്രമല്ല, മക്കത്തും മദീനത്തും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് വിചാരിക്കണോ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് തുടങ്ങി ഈ മഹദിയെക്കുറിച്ചുള്ള കാര്യങ്ങളടക്കം ഇയാൾ പ്രസ്താവിച്ച സമയത്ത് കേരളത്തിലെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ സകല മുസ്ലിങ്ങളും ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇയാളുടെ അന്തല്ലാത്ത കുറച്ച് കൗമല്ലാത്തവരൊക്കെ പ്രതിഷേധിച്ചു. പാളയത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പ്രതിഷേധിച്ചു. ഇയാളെ പൊക്കിയത് മറുനാടനെ പോലെയുള്ള, തരം കിട്ടിയാൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് പാഞ്ഞു കയറാൻ തക്കം പാർത്ത് നിൽക്കുന്ന മറുനാടനെ പോലെയുള്ള ചാനലുകളാണ് ഇയാളെ പ്രൊമോട്ട് ചെയ്ത് ഇയാളെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ഈ കണക്ഷങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇയാൾ ആരുടെ കുഴലൂത്തുകാരനാണ് ഈ കാസിമി? ഇത് ന്യായീകരിച്ച് അങ്ങനെ വെളുക്കണ സംഗതി അല്ലത്. ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമില്ല കാസിമി. ദഹിക്കൂലത്, അടക്കെടുക്കുന്നത് നിറുക്കനൊക്കെ എടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് ഒരു വേദിയിൽ വെച്ച് എന്താണ് പറയുന്നത് എന്നുള്ള ബോധം ഇയാക്കാൻ ഉണ്ടാവില്ല. ഒരേ വിഷയം പല വേദിയിൽ വെച്ച് പല കോരത്തിലുകൾ സംസാരിക്കും. ആ വേദിയുടെയും ആ സദസ്യരുടെയും നിലപാടനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇയാളെ സംസാരം. ബലൂനിൽ വെള്ളം നിറച്ച മാതിരിയാണ്. ഫുള്ള് വെള്ളം നിറച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് നിൽക്കിയാലും ആ ഭാഗത്തേക്കൊക്കെ പോയി നിൽക്കും. ആ ഒരു ഐറ്റം നിലപാടില്ലാത്ത പ്രാസംഗികനാണ് ഇയാൾ. ഇപ്പൊ ഇയാൾ പറഞ്ഞ എന്താണ്? മഹദിയുടെ കൂടെ ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും. കാരണം അവർ നേര് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, മലിനമാക്കപ്പെടാത്ത മനസ്സാണ്. ആ ഇയാൾ തന്നെ വേറെ പ്രസംഗത്തിൽ പറഞ്ഞ നോക്കുന്നത്.
തഅ്വി ഇലൈഹി ഉമ്മത്തുഹു കമാ തഅ്വി അഹ്ലാഹി ബിഅസ്ബിഹാ. തേനീച്ചകൾ റാണിയെ പൊതിയുന്നത് പോലെ ഉമ്മത്ത് മുഹമ്മദ് നന്മ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തെ പൊതിയും. യംലഉൽ അർള അദ്ലാ. ഏത് കാലുഷ്യകാലത്താണെങ്കിലും അദ്ദേഹം നീതി കൊണ്ടുവരും. ഇത് വേറൊരു പ്രസംഗത്തിൽ മഹ്ദിയുടെ ആഗമനത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? തേനീച്ചകൾ റാണി തേനീച്ചയെ പൊതിയുന്നത് പോലെ ഈ ഉമ്മത്തിലെ ജനങ്ങൾ മഹ്ദിയെ പൊതിയും. എന്തുകൊണ്ട്? മഹ്ദി നീതി നടപ്പാക്കാൻ വരുന്ന ആളാണ്. നേരത്തെ പറഞ്ഞതോ, മഹ്ദി വരുമ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും മഹ്ദിയെ പിൻപറ്റുക. എന്തുകൊണ്ട്? ഹിന്ദുക്കൾ മലിനമാക്കപ്പെടാത്ത മനസ്സിന്റെ ഉടമകളാണ്, നീതി ആഗ്രഹിക്കുന്നവരാണ്. ഇതിലെന്താ പറഞ്ഞത്? ഉമ്മത്ത് മുഹമ്മദ് മഹ്ദിയെ പൊതിയും, റാണി തേനീച്ചയെ തേനീച്ചകൾ പൊതിയുന്നത് പോലെ. ഇനി ഇതേ പ്രസംഗത്തിൽ തന്നെ ഈ മഹ്ദിയെ കുറിച്ച് പറഞ്ഞു കേട്ടോളി. മഹ്ദി ഇമാമിനെ കൂടുതൽ സഹായിക്കുക കിഴക്കൻ രാജ്യങ്ങളിലെ ആളുകളായിരിക്കും. കിഴക്കൻ രാജ്യങ്ങളിലെ നീതി ആഗ്രഹിക്കുന്ന ജനങ്ങൾ മുഴുവനും ജാതി മതഭേദമന്യേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. കിഴക്കൻ രാജ്യങ്ങൾ, മദീനയിൽ നിന്ന് കിഴക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വരും. അതൊക്കെ നമ്മളൊക്കെ അതിൽ ഉൾപ്പെടാം. ഇത് അതേ പ്രസംഗത്ത് പറഞ്ഞതാ. മഹ്ദി ഇമാമിനെ കൂടുതൽ സഹായിക്കുക കിഴക്കൻ രാജ്യത്തുള്ള ആളുകളായിരിക്കും. കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കരുപ്പെടും. നീതി ആഗ്രഹിക്കുന്ന ജാതി മത ഭേദമന്യേ എല്ലാവരും നീതി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ മഹ്ദിയെ പിൻപറ്റും. അപ്പൊ പിന്നെ ഹിന്ദുക്കളാണ്, ഇന്ത്യയിലെ കോടാനുകോടി ഹിന്ദുക്കളാണ് മഹ്ദിയെ പിൻപറ്റുക എന്ന് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ച് ഹിന്ദുവിന്റെ മനസ്സ് മലിനമാക്കപ്പെടാത്ത മനസ്സാണ്, അതുകൊണ്ട് തന്നെ അവർ മഹ്ദിയെ പിൻപറ്റും എന്ന് എടുത്തു പറഞ്ഞതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് കാസിമി? മുസ്ലിം വിരോധമല്ലാതെ. അതാണ് ഞങ്ങളെ ചോദ്യം. കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു പ്രസംഗത്തിൽ ഇയാൾ തന്നെ പറഞ്ഞത് കേട്ടു. ഇമാം മഹ്ദി വന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യോജിച്ചു മുന്നോട്ട് പോകും. മഹ്ദി ഇമാം വന്നാൽ ഓർത്തഡോക്സിന് വീണ്ടും അധികാരം വരും. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് ജൂതന്മാരും മുസ്ലിങ്ങളും, ഓർത്തഡോക്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പേരിനെ മാത്രമല്ല, നന്മ പുരണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും എല്ലാവരും ഒരു നേതാവിന്റെ കീഴിൽ നിൽക്കും. ആ നേതാവ് ഭൂമിയിൽ നീതി നടപ്പിലാക്കും. ആ നേതാവ് ഒരു മതത്തെയും ദ്രോഹിക്കൂല. ഈ ഭൂമിയിലെ എല്ലാവരെയും മുസ്ലിമാക്കാൻ വേണ്ടിയല്ല ഈസാ നബി വരുന്നത്, നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഈ ഭൂമിയിലെ എല്ലാവരും മുസ്ലിമാകാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. പിന്നെ എന്തിനാ വരും ചെയ്യുന്നത്? ഇനി മഹ്ദി ഇമാം വരുമെന്ന് പറയുമ്പോഴത്തിന് ആരും ബേജാറാകണ്ട. ലോകത്തെ ആളുകളെ മുസ്ലിമാക്കാനല്ല മഹ്ദി ഇമാം വരുന്നത്. മഹ്ദി ഇമാം ഹിന്ദുവിനും ജൂതനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മതമില്ലാത്തവനും എന്ത് കിട്ടണം? നീതി കിട്ടണം. ഇത് വേറൊരു പ്രസംഗത്ത് പറഞ്ഞതാ. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഹിന്ദുക്കളും എല്ലാവരും മഹ്ദിന്റെ കീഴിൽ വരും. നീതി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മഹ്ദിയെ നേതാവായി അംഗീകരിച്ച് മഹ്ദിയുടെ കീഴിൽ വരും. ഈസാ നബി വരുന്നത് ആളുകളെ മുസ്ലിം ആക്കാനുമല്ല, നീതി നടപ്പാക്കാനാണ്. ഇവിടെ ഏറ്റവും വലിയ നീതി എന്താണ്? തൗഹീദാണ് ഏറ്റവും വലിയ നീതി. ഏറ്റവും വലിയ അനീതി ശിർക്കാണ്. അതാർക്കും അറിയാത്തത്? ഈസാ നബി വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീഅത്ത് ഇവിടെ നടപ്പിലാക്കാനാണ്. ആ ശരീഅത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈസാ നബി വരിക. ആ ശരീഅത്തിന്റെ മുഖ്യമായ കാതൽ എന്താണ്? തൗഹീദ്. സുഹൃത്തുക്കളെ, ഇതാണ് ഇയാള് പല പ്രസംഗത്തിലും പല കോലത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും, കാരണം ഇയാൾ തന്നെ ഗവേഷണം നടത്തി കണ്ടെത്തുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇയാൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും മുൻഗാമികളെ യാതൊരു മാതൃക ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട ഞാൻ കണ്ടെത്തിയ കാര്യമാണ് ഇതൊക്കെ. വലിയ വിടുവായത്തെ പറയുള്ളൂ. ഇതോ ഓരോരുത്തർ ഒരു കോലത്തിലാണ് പ്രസംഗിക്കുന്നത്. അള്ളാഹ് റഹ്മത്തുള്ളക്ക് നാവ് തന്നത് ഇത് സംസാരിക്കാനാണ്. അള്ളാഹ് റഹ്മത്തുള്ളനെ ഈ ഭൂമിക്ക് പറഞ്ഞത് സംസാരിക്കാനാണ്. എന്നിട്ട് അടുത്ത ദിവസം വേറെ സ്റ്റേജിൽ ഒരു വേറെ കോലത്തിൽ പ്രസംഗിക്കും. അവിടെയും പറയും അള്ളാഹ് റഹ്മത്തുള്ളനെ ഭൂമിക്ക് പറഞ്ഞത് സംസാരിക്കാനാണ്. ഇത് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഞാനാകുന്ന ഈ റഹ്മത്തുള്ള അല്ലാതെ വേറെ ഒരാള് കേരളത്തിലില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. വിടുവായുത്തങ്ങളും ബടായികളും മൊത്തത്തിൽ മറ്റേ കൗമ് മടവൂരിന്റെ കറാമത്ത പറയില്ല. ഇയാളെ കറാമത്ത് തന്നെ, ഇയാളെ പോലീസ് തന്നെ സ്വയം അങ്ങനെ പൊക്കിടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് വിവാദമായി. മുസ്ലിങ്ങളുടെ കൂട്ടായ പ്രതിഷേധം ഇയാൾക്കെതിരെ വന്നു. മുസ്ലിങ്ങളുടെ കൂട്ടായ പ്രതിഷേധം ഇയാൾക്കെതിരെ വന്നു എന്ന് മാത്രമല്ല, പല സംഘി ഓൺലൈൻ മീഡിയകളും ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ രംഗത്ത് വന്നു. സംഗതി മനസ്സിലായല്ലോ? ഇതങ്ങണ്ട് വിവാദമായപ്പോൾ ഇയാൾ സമ്പൂർണമായ പ്രതിരോധത്തേക്കാണ് നീങ്ങി. അപ്പൊ അയാളെ വിശദീകരണം, ബഹുമാനപ്പെട്ട ജ്ഞാനവറുകൾ ആ പറഞ്ഞത് ഹിന്ദുക്കൾ മഹ്ദിയെ പിൻപറ്റും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാകുന്നു. കേട്ടോളി. അതുപോലെ തന്നെ മറ്റൊരു പരാമർശം ഭീകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ്. മഹ്ദി ഇമാമിനെ
ഹൈന്ദവ സഹോദരന്മാരാണ് കൂടുതലായും പിൻപറ്റുക, മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ പിൻപറ്റുകയില്ല എന്നൊരു പരാമർശം. ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്ന രീതിക്ക് തികച്ചും വിരുദ്ധമായിട്ടാണല്ലോ ഉസ്താദ് പരാമർശിക്കുന്നത്. മഹ്ദി ഇമാം എന്തിനാ ഇവിടെ വരുന്നത് നമ്മൾ ചിന്തിക്കണം. മഹ്ദി ഇമാം വരുന്നത് യംലഉൽ അർള ഖിസ്തൻ വഅദ്ലൻ, നീതി നടപ്പിലാക്കാൻ വേണ്ടിയാ. അപ്പൊ ഒരു നീതിമാനെ കിട്ടാൻ ആഗ്രഹിക്കാത്ത ആളാരാ? ഹിന്ദുക്കൾ. വലിയൊരു ശതമാനം നീതി കിട്ടാത്തതുകൊണ്ട് വേഴാമ്പലിനെ പോലെ നിൽക്കുക. ക്രിസ്ത്യാനികൾ നീതി കിട്ടാത്തതുകൊണ്ട് വേഴാമ്പലിനെ പോലെ നീതി അന്വേഷിക്കുക. മുസ്ലിങ്ങൾ. ലോകത്തെ പല സൊസൈറ്റികളും ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നീതിയാണ്. മഹ്ദി ഇമാം വരുന്നത് തന്നെ, മഹ്ദി ഇമാമിന് മാത്രം പറഞ്ഞത് യംലഉൽ അർള അദ്ലൻ, മുസ്ലിങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കും എന്നല്ല. യംലഉൽ അർള അദ്ലൻ, ഭൂമിയിൽ നീതി നിറക്കും എന്ന് പറഞ്ഞു. ഭൂമിയിൽ നീതി നിറക്കും. അപ്പോൾ നീതി ആഗ്രഹിക്കുന്നവരെല്ലാം ആ മനുഷ്യന്റെ പിന്നാലെ ഓടും. കേട്ടല്ലോ, ഇതാണ് ഇരുമ്പുലക്ക ഒഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിക്കണ കാസിമി എന്ന് പറഞ്ഞത്. ദഹനക്കേടുണ്ടാവും കാസിമി, ഇത് അങ്ങനെ ദഹിക്കൂലത്. എന്താ ഇയാൾ പറഞ്ഞത്? മഹ്ദി വരുന്നത് നീതി നടപ്പിലാക്കാനാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം നീതി കൊടുക്കുന്നല്ല പറഞ്ഞത്, ഭൂമിയിൽ നീതി നിറക്കും. അങ്ങനെ ആവുമ്പോൾ നീതി ആഗ്രഹിക്കുന്ന വേഴാമ്പലിനെ പോലെ നീതി ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ, വേഴാമ്പലിനെ പോലെ നീതിക്ക് തേടുന്ന ക്രിസ്ത്യാനികൾ, വേഴാമ്പലിനെ പോലെ നീതിക്ക് തേടുന്ന ഹിന്ദുക്കൾ അവർക്ക് മഹ്ദിന്റെ പിന്നാലെ കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചങ്ങായി അങ്ങനെ പറഞ്ഞാൽ പോരെ? ഇയാൾ പറഞ്ഞ വിവാദമായ പ്രസ്താവന അങ്ങനല്ലല്ലോ. മഹ്ദി വരുന്ന സമയത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിനായ ഹിന്ദുക്കളായിരിക്കും അയാളുടെ അനുയായികൾ. എന്തുകൊണ്ട്? അവർ മലിനമാക്കപ്പെടാത്ത മനസ്സിന്റെ ഉടമകളാണ്, അവർ നേര് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മാത്രം അതിന് നുള്ളിപ്പെറുക്കി എടുത്തിട്ട് ഇയാൾ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. അന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതനും മതല്ലോണം ഇല്ലാത്തവനും എല്ലാവരും നീതി ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? ഇനി നീതി ആഗ്രഹിക്കുന്ന എല്ലാവരും, എന്താണ് ഏറ്റവും വലിയ നീതി ഇസ്ലാമില്? ഇസ്ലാമിലെ ഏറ്റവും വലിയ നീതിമാൻ ആരാ? ഏറ്റവും വലിയ നീതിമാൻ, ഈ സൃഷ്ടികളിൽ ഏറ്റവും വലിയ നീതിമാൻ അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ പോലെ ഒരു നീതിമാൻ അതിന്റെ മുമ്പോ ശേഷമോ വന്നിട്ടില്ല. അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. നുബൂവത്ത് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടുന്നത് വരെ ആ മക്കയിലെ ജനത ഒന്നടങ്കം റസൂലിനെ വിളിച്ചിരുന്നത് നീതിമാൻ എന്നാണ്, സത്യസന്ധൻ, അൽ അമീൻ. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നത് ആ റസൂലായിരുന്നു, റസൂലാകുന്നതിന്റെ മുൻപ് തന്നെ. ആ റസൂൽ ഏറ്റവും വലിയ നീതിയുടെ വാക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ് പറഞ്ഞപ്പോ അതുവരെ നീതിമാനെ സത്യസന്ധ എന്ന് വിളിച്ചിരുന്ന ജനങ്ങള് മുഹമ്മദേ നിനക്ക് നാശം എന്നാ പറഞ്ഞത്. കല്ലെറിഞ്ഞു, ആ രാജ്യത്ത് നാട്ടി ഓടിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. ചെയ്യാത്ത ദ്രോഹമുണ്ടോ? അപ്പൊ എന്താ ഇതെന്ന് മനസ്സിലാവുന്നത്? ഇസ്ലാമിലെ ഏറ്റവും വലിയ നീതി തൗഹീദാണ്. ആ തൗഹീദ് അങ്ങോട്ട് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ കല്ലെറിയും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, നാടുകടത്തും, ദ്രോഹിക്കും, കൊല്ലാൻ ശ്രമിക്കും. അത് ലോകത്തിന്റെ ചരിത്രമാണ്, പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ചങ്ങായിക്ക് തിരിയാത്തിന് നമ്മളെന്താ ചെയ്യണം? അപ്പൊ സുഹൃത്തുക്കളെ, ഇയാൾ ന്യായീകരിച്ച് കിടന്ന് വിരകാണ്. എന്നിട്ടോ ന്യായീകരിച്ച് ചാണക്കുഴിയിൽ നിന്ന് ഇങ്ങനെ വല്ല വലിഞ്ഞു കയറിയിട്ട് നേരെ സെപ്റ്റി ടാങ്ക് കാണി ചാടി കയറണം അവർ. അപ്പൊ ഇയാളെ വിശദീകരണം മനസ്സിലായോ? അതും കഴിഞ്ഞു. പിന്നെ ഇയാൾ അറബികളെ കുറിച്ച് മൊത്തത്തിൽ നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ, അതും കൂടി കേൾക്ക്. അറബികളാണ്, അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല. അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഖുർആനെതിരാണ്. ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇമാം മഹ്ദി വന്നാൽ മഹ്ദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും. എന്താ പറഞ്ഞത്? അറബികളെ പോലെയുള്ള ഒരു വിഡ്ഢികൾ ലോകത്ത് വേറല്ല. അടച്ചണ്ട് ആക്ഷേപിക്കണം മൊത്തത്തിൽ അറബികളെ. അറബികൾ ഖുർആനിനെതിരാണ്, അറബികൾ ഇസ്ലാമിനെതിരാണ്, അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ്. ഇതൊക്കെ കൂട്ടത്തിൽ അടിച്ചങ്ങോട്ട് മിന്നിച്ചു പോയതാണ്. ഒക്കെ ഓരോ സമയത്ത് ഓരോ ശൈത്താനിയത്ത് ഓരോ ബാധ ശരീരത്തിലാണ് കയറാണ്. അപ്പൊ തൊള്ളിയിൽ എന്താ തോന്നുന്നു അതങ്ങോട്ട് പറയും. അതിന്റെ വരുംവരായികളോ മുമ്പ് ഞാൻ പറഞ്ഞതിന് എതിരാണോ ഒന്നും ചിന്തിക്കൂല. അത് ശൈത്താൻ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് തൊള്ളി തോന്നിയത് അങ്ങോട്ട് ഇങ്ങനെ ഈ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് പോലെ ഉറഞ്ഞങ്ങനെ തുള്ളിഞ്ഞ്. ആ തുള്ളൽ പലപ്പോഴും ഇസ്ലാമിന് എതിരാണെന്ന് മാത്രം. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ഇയാൾ തുള്ളൂല കേട്ടോ, മുട്ടുപറക്കും. അപ്പൊ അറബികൾ മൊത്തം അറബികളാണ് അടച്ചാക്ഷേപിച്ചു. ഇത് വിവാദമായപ്പോ ഇതിനൊന്ന് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കണം നോക്കി നിങ്ങള്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറബികളെ സ്നേഹിക്കണമെന്ന ഹദീസ് ഞാൻ കാണാത്തത് കൊണ്ടല്ല, എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്.
അതേ റസൂലുള്ള തന്നെ അബൂജഹൽ ഫിറഔന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ അറബികളിൽപ്പെട്ട ഒരാളാണ് അബൂ ലഹബ്. അയാളെ കുറിച്ച് ഖുർആൻ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഹദീസ് കാണുമ്പോൾ തിരിച്ചറിവുണ്ട്. ഇതാണ് വിഷയം. എങ്ങനെയുണ്ട് ന്യായീകരണം? ഇതൊക്കെ വെള്ളം തൊടാതെ മിണുങ്ങണമെങ്കിൽ ഇയാൾ അനുയായികൾ തന്നെ ആകണം. ഒരു തലച്ചോറില്ലാത്ത പൊട്ടന്മാർ. പല പ്രാവശ്യം പൊട്ടൻ പട്ടം ഇയാൾ തന്നെ ചാർത്തി കൊടുത്ത അനുയായികളുണ്ടല്ലോ, പൊട്ടൻ പട്ടം. അങ്ങനത്തെ ഒരു പട്ടം ഇയാൾ മാത്രം അനുയായികൾ ചാർത്തി കൊടുത്തുള്ളൂ, പൊട്ടൻ പട്ടം. പൊട്ടന്മാരെ എന്താടാ പൊട്ടന്മാരെ മാറി ഇരിക്കണ്? ആ കൗമന്നെ ആകണത് മിണുങ്ങണമെങ്കിൽ എന്താ ഇപ്പൊ പറഞ്ഞത്? അറബികളെ സ്നേഹിക്കണം എന്നുള്ള റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അത് ഞാൻ കാണാത്തത് കൊണ്ടല്ല, എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. തിരിച്ചറിവുള്ളത് കൊണ്ടല്ല, അറബികളോടുള്ള വിരോധം കൊണ്ട് ഇത് നട്ടം തിരിഞ്ഞുകൊണ്ടാണത്. ഈ അറബികൾ എങ്ങനെ പുലഭ്യം പറയണത്? ഇതിന് ന്യായീകരണം അബൂജഹലിനെ കുറിച്ച് ഫിറൗൻ എന്ന് പറഞ്ഞില്ലേ റസൂല്? അബൂലഹബിനെ കുറിച്ച് തബ്ബത് യദാ അബീ ലഹബിൻ വത്തബ്ബ് ഖുർആൻ പറഞ്ഞില്ലേ? അവരൊക്കെ അറബികളല്ലേ? എടോ, ആ രണ്ട് വ്യക്തികളായ പേരെടുത്ത് പറഞ്ഞ ഇയാൾ ചെയ്തത് അറബികളെ മൊത്താണ് പറഞ്ഞത്. ഇയാൾ എന്ന പേരെടുത്ത് പറട്ടെ, സൗദി അറേബ്യയിൽ എന്ന ആള്, UAE എന്ന ആള്, ഖത്തറിൽ എന്ന ആള്, അങ്ങനെ പേരെടുത്ത് ഇയാൾ വിമർശിച്ചോട്ടെ. അതിന് തെളിവാത് അബൂ ലഹബിന്റെ ഇരു കാര്യങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അബൂജഹലിനെ കുറിച്ച് റസൂല് പറഞ്ഞില്ലേ? ഫിറൗനാന്ന് പറഞ്ഞില്ലേ? അതാ തെളിവ്. ഇതിന് റസൂലും ഖുർആനും അറബികളെ മൊത്തം ചീത്തറിഞ്ഞോ? ഉണ്ടെങ്കിലല്ലേ ഇയാൾക്ക് തെളിവ്. റസൂലും ഖുർആനും അറബികളെ മൊത്തം ബത്സിച്ചിട്ടുണ്ട്, പുലഭ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു. അതല്ലേ ഇതിന് തെളിവ്? ഇതാണ് ഇയാളെ ന്യായീകരണം. ഈ ന്യായീകരണം മുസ്ലിം കൈരളി അംഗീകരിക്കൂല. ഇയാൾ അന്തല്ലാത്ത പൊട്ടൻ കിട്ടിയ കൗമ അംഗീകരിക്കും. പിന്നെ ആരാ അംഗീകരിക്കുക? അറബി വിരോധം മൂത്ത ചില ആൾക്കാർ. അതാരാന്ന് അയാളെന്ന് പറട്ടെ. എന്റെ ഈ പുസ്തകം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇംപീരിയലിസത്തിനും അതിന് കൂട്ടു നിൽക്കുന്ന ആധുനിക അറബ് പ്രഭുക്കൾക്കും എതിരാണ്. അത് ആ പുസ്തകം വായിക്കുന്ന, ആ പ്രഭാഷണം കേട്ട ഏതൊരാൾക്കും മനസ്സിലാവും. ഇനി ആ പുസ്തകം നിങ്ങൾ വായിക്കും. ഈ 21-ാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇംപീരിയലിസത്തിനെതിരെയും അതിന് കൂട്ടു നിൽക്കുന്ന അറബ് പ്രമാണികൾക്കെതിരെയും ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ വേറെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. ഇത് വായിച്ച ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവായ സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദെ നിങ്ങൾ ഇവരെ പോലത്തവരോട് മറുപടി പറയരുത്, ഞങ്ങൾക്ക് വരെ നിങ്ങളാ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം ഈ ഇംപീരിയലിസത്തിന്റെ ദജ്ജാലിയൻ സംസ്കാരത്തിന് ആ ഹിന്ദു സഹോദരൻ അങ്ങനെ തന്നെ എഴുതി. ഈ ഇംപീരിയലിസം അമേരിക്കയും ബ്രിട്ടനും അവർക്ക് കൂട്ടു നിൽക്കുന്ന ആധുനിക അറബ് പ്രമാണിമാരും അവർക്കെതിരാണ്, അവരാണ് വിഡ്ഢികൾ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഹിന്ദു സഹോദരൻ എഴുതി, ഉസ്താദെ നിങ്ങൾ പറഞ്ഞു നമുക്ക് ക്ഷാ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായം ഉണ്ടല്ലോ ഈ കൗമിന് തിരിയില്ല, കാരണം നിങ്ങൾ അറബികളാണ് ചീത്തറിഞ്ഞത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലായില്ലേ? മുസ്ലിം സമുദായം മൊത്തം എതിർക്കട്ടെ. ഇയാളെ മുന്നിൽ നിൽക്കണ പൊട്ടൻ കിട്ടിയ കുറച്ച് കൗമല്ലാത്ത മുസ്ലിം സമുദായം മൊത്തം. എന്തിനധികം ഇയാൾ തീജാനി ത്വരീഖത്തിന്റെ ആളെന്നൊക്കെ പറഞ്ഞു. കേരളത്തിലെ തീജാനികൾ വരെ ഇയാളെ കൊണ്ട് ഇടങ്ങാറായിട്ട് തലവേദനയാണ് തീജാനികൾക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. നമ്മളോട് ചില ആൾക്കാർ പറഞ്ഞത് ഇയാൾ തീജാനിയിൽ വലിയ കയറ്റി നടപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ തലവേദന. അപ്പൊ എല്ലാവരും ഇയാൾക്കെതിരെ. പിന്നെ ഇയാൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ചില സംഘി ഓൺലൈൻ മീഡിയകൾ, പിന്നെ തിരുവനന്തപുരത്തുള്ള ചില സുഹൃത്തുക്കൾ, ചില ഹൈന്ദവ സുഹൃത്തുക്കൾ. ഓൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറബികളെ ചീത്തറിഞ്ഞത് ഈ മുസ്ലിം സമുദായത്തിന് തിരിഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം സംഘികളെ സുഖിപ്പിക്കലാണ് ഇയാളെ മെയിൻ അജണ്ട കുറച്ചു കാലമായിട്ട്. മുസ്ലിം സ്നേഹം ഇങ്ങനെ രണ്ട് ചിറിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങണ ഇയാള് ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ സംഘി ക്രൂരതകളെ കുറിച്ച് ഇന്നുവരെ കാമാന്ന് മിണ്ടിയിട്ടില്ല. ഞാൻ വരുന്നുണ്ടേക്ക്. ഇനി ഇയാളെ വീട്ടിൽ BJP-ക്കാർ വന്നിട്ട് എന്തൊക്കെ ഫോട്ടോ എടുത്ത് യാഗസ്വീൽ കൂടിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ BJP-ക്കാർ ഫേസ്ബുക്കിലൂടെ അത് പ്രചരിപ്പിച്ചൊരു കഥ കണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇയാൾ ന്യായീകരിക്കണം കേട്ടോളി. ഏതോ BJP-ക്കാരൻ നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കണതിനിടയിൽ എൻ്റെ പേരിൽ ഒന്നാണ്ട് അവരൊരു ലഘുലേഖ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ഉസ്താദെ. ആയി എടുത്തു. നമ്മൾ പേരിൽ വന്നവർ ചായം കൊടുത്തു, അവർ ചായ കുടിച്ചു. എൻ്റെ അടുത്ത് ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പില്ലാതെ വന്നതാണ്, നിങ്ങൾ സംസാരിച്ചോളൂ, ഞങ്ങൾക്ക് ലാസ്റ്റ് സംസാരിച്ചാൽ മതി. അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ചാളുകൾ വന്നവർ പോയി. പിന്നെ ഞാൻ 2 ആളുകൾ അവിടെ ബാക്കി നിർത്തി. എന്തിനാ ബാക്കി നിർത്തിയെന്ന് പറഞ്ഞെങ്കിൽ രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും പറയും. അവർ 2 ആളുകൾ പോകാൻ ഞാൻ 2 ആളുകളോട് പറഞ്ഞ് പോയിട്ട് അവിടെ ഒരു കാത്തിരിക്കുന്നുണ്ട്, എന്തോ പറയാൻ കേട്ടാൾ. അപ്പോൾ അവരെന്നോട് ഞങ്ങൾ പിന്നെ എന്താ പറയുക യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നടക്കുകയാണ്, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാം, ഉസ്താദിന് പറയാനുള്ളത് പറയാം. എൻ്റെ പേരിൽ ചായ കുടിച്ചു. കേട്ട ആളുകൾ ഇന്നുമുണ്ട്. അവർ പോകേണ്ടതെന്ന് വെച്ചാൽ അവർ പോകേണ്ട, അവർ പെട്ടെന്ന് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി നടുവിച്ച് സംസാരിച്ചു.
ഞങ്ങളങ്ങനെ മുസ്ലിങ്ങളെ ശരിയാത്ത നിയമം നശിപ്പിക്കൂല. നിങ്ങൾക്കുള്ള അഭിപ്രായക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റി അറിയിക്കും. നിങ്ങൾക്ക് എന്ത് ഞങ്ങളോട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാത്ത നിയമങ്ങളെ, ഞങ്ങളുടെ സ്വത്തവകാശ നിയമങ്ങൾ, ഞങ്ങളുടെ ആരാധനാ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, വിവാഹമോചന നിയമങ്ങൾ, മരിപ്പ്, മറവ് ചെയ്യൽ പോലത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ നാളിതുവരെ വന്ന ഞങ്ങൾക്ക് പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയ കാലത്ത് മുസ്ലിങ്ങൾക്ക് അവരെ ശരിയാത്ത നിയമം പാലിക്കാനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിലനിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വിരോധമല്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് മുസ്ലിമായ ഭരണാധികാരി പ്രധാനമന്ത്രിയാകണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല. അത് ഞങ്ങളെ ബാപ്പമാർക്ക് പോലും വാദം ഉണ്ടായിട്ടല്ല. ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദുവാണ്, ഇന്നത്തെ പ്രധാനമന്ത്രി ഹിന്ദുവാണ്. അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്ക് നീതി കിട്ടണം, പിന്നെ ഞങ്ങളുടെ നിയമങ്ങളെ നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞു. അതങ്ങനെയല്ലേ അവരിന്നോട് പറയാം. അഭിപ്രായം എടുത്ത് അവർ പോയി. അത് ഇപ്പോൾ ഈ 2 ആഴ്ച നാടാകെ കറങ്ങി. ഇയാൾ അടുത്ത അബ്ദുള്ള കുട്ടിയാണെന്ന് പറഞ്ഞോളൂ. ഒരു കാര്യമായിട്ട് വിശദീകരിക്കട്ട, സീരിയസ് ആയിട്ടാണ് വിശദീകരിക്കണത്. നമുക്കിത് കേട്ടിട്ട് സീരിയ വരുന്നത്. എത്തപ്പോൾ ഇവർ പറഞ്ഞത് ഏതോ 2 BJP-ക്കാര് ഇങ്ങനെ ആയിക്കൂടി ഇങ്ങനെ പോയപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് കയറി. അപ്പോൾ എന്തിനു നടക്കുകയാണ്? ഈ ഏക സിവിൽ കോഡിനെ കുറിച്ച് ആർക്കെങ്കിലും വല്ല ആശങ്കയുണ്ടോ? അത് ദൂരീകരിക്കാൻ നടക്കുകയാണ്. ആശങ്ക ഉണ്ടോ? ആർക്കെങ്കിലും വല്ല ബേജാറുണ്ടോ? ഏക സിവിൽ കോഡിനെ കുറിച്ച് ഞങ്ങളത് ദൂരീകരിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ആൾക്കാരും, ആരാന്നറിയില്ല, 2 ആൾക്കാർ വീട്ടിൽ വന്നു. ആരാ? അണ്ടിമുക്ക് ശാഖയിലെ സുമേഷ്ജിയും ഉമേഷ്ജിയാണെന്ന് അറിയില്ല. കാരണം ഈ വക അന്തം കെട്ടവന്റെ വരിക്കൊക്കെ കയറണമെങ്കിലേ. അങ്ങനെ എന്ത് ചെയ്തു? ഉസ്താദെ, നിങ്ങൾക്ക് ഏക സിവിൽ കോഡിനെ കുറിച്ച്, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് വല്ല എന്താണ് ആശങ്കകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റിനെ അറിയിക്കും. അപ്പോൾ ഉസ്താദിന്റെ ആശങ്കകളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓരെന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ശരീഅത്ത് നിയമത്തിനെതിരെ ഒന്നും ചെയ്യൂല. ഞങ്ങൾ നിങ്ങളെ ചങ്കും കരളുമാണ്. നിങ്ങൾക്ക് നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. പാവപ്പെട്ട കോഴിക്കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് കുറുക്കൻ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളൊന്നും ചെയ്യൂല. അപ്പം നിങ്ങൾ ആശങ്ക എന്താണ്? ഞങ്ങൾ ഈ സ്വത്തവകാശം, അതുപോലെ മരണം, ജനനം, മറ്റുള്ള ശരീഅത്ത് നിയമങ്ങൾ, ഈ വക വിഷയങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്. ഞങ്ങൾ പണ്ട് മുതലേ അനുവർത്തിച്ചു വരുന്ന ശരീഅത്ത് നിയമങ്ങൾ അതുപോലെ തന്നെ പാലിക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് എതിരൊന്നല്ല. അപ്പോൾ എന്താ പറയുക, ഒരു പേടിയും പേടിക്കണ്ട, നിസ്സാര പ്രശ്നം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കുട്ടികളെ സ്കൂളിലൊക്കെ ഇട്ട് കിടക്കുന്ന യൂണിഫോം ഇല്ലേ, അതിമ ഈ കോഡ് നമ്പർ കുത്തുന്നമാതിരി എന്തോ ഒരു നിസ്സാര സംഭവമാണത്. നിങ്ങൾ പേടിയും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് എതിരൊന്നല്ല. കന്നിപ്രസവത്തിന് ലേബർ റൂം കേൾക്കുന്ന പെണ്ണിനോട് ചില നേഴ്സുമാര് ഒരു പേടിയും പേടിക്കണ്ട, നിസ്സാരം, ചെറിയ വേദന ഉണ്ടാവും, ഇപ്പൊ കഴിയും, സുഖപ്രസവം എന്നറിയില്ലേ? എന്ത് സുഖം? ഒന്ന് പെറ്റോക്കര് അതിന്റെ വേദന എത്രയാണ് നല്ലത് എന്ന് പറഞ്ഞ മാതിരി യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ ആശങ്കകൾ പറഞ്ഞോളി, ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റിനെ അറിയിക്കും. അങ്ങനെ ഞാൻ സെൻട്രൽ കമ്മിറ്റിനെ അറിയിച്ചോ എന്ന് അറിയില്ല കേട്ടോ. അവിടുന്ന് വലിയ ഉപ്പര മറുപടി, അറേ കാസ്മേ ഡോണ്ട് വെറി അറിയിട്ട് വന്നോന്ന് അറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ. 2 BJP-ക്കാർ വന്നപ്പോൾ ഞാൻ എൻ്റെ ആശങ്കകൾ പറഞ്ഞു. അപ്പോൾ ഓടി ചോദിച്ചു, ഉസ്താദെ നിങ്ങളെ ഫോട്ടോ എടുക്കട്ടെ? ഞങ്ങൾ എടുത്തോളി, ഇത്രേ ഉള്ളൂ, നിസ്സാരാണ്, സിമ്പിൾ. ഇതാണ് അതിന്റെ വിശദീകരണം. ഇങ്ങനെ സംഖ്യകളും BJP-ക്കാരും ഒക്കെ വെള്ള പൂശാൻ മൂപ്പർക്ക് 100 കാരണങ്ങളും 100 ന്യായീകരണങ്ങളും ഉണ്ട്. ആ മൂപ്പര് ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കണം ഉടുക്ക് സൗദി അറേബ്യക്ക്. അവിടെ എന്തൊക്കെയാ നടക്കണോ, അവിടെ എന്തൊക്കെയാ കച്ചവടം ചെയ്യണത്, അവിടെ ആരെയും കൊക്കക്കോള കുടിക്കുന്നുണ്ടോ, അവിടെ പെപ്സി കുടിക്കുന്നുണ്ടോ, അതിന്റെ ലാഭം ആർക്കാ പോണത്? അതാണ് മൂപ്പരെ വലിയ ബേജാറ്. അവർ ജൂതന്മാരെ, സൗദി ജൂതന്മാരെ ചാരന്മാരാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവാണ് മൂപ്പരതൊക്കെ. സൗദിയിൽ മദീനത്ത് അവിടെ മക്ഡൊണാൾഡിന്റെ കച്ചവടം നടക്കുന്നുണ്ട്, അത് ജൂതന്മാരെ കമ്പനിയാണ്, കേട്ടോളി. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സഹോദരൻ ഉംറക്ക് വന്നു, മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ അദ്ദേഹം ഈ മക്ഡൊണാൾഡ്സിന്റെയും സ്റ്റാർബക്സിന്റെയും ഒക്കെ മുന്നിൽ അറബ് യുവാക്കൾ തിക്കിത്തിരക്കി ഭക്ഷണം വാങ്ങുന്നത് ഈ സമയത്ത് കണ്ടു. ലോകത്തെ പല മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, എന്താണ് ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ സഹോദരന്മാരായ ഗസയിലും ഫലസ്തീനിലുമുള്ള 10,000-ങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന, 1000-കണക്കിന് മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന ആ തമ്മാടികൾ, അവർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഈ മക്ഡൊണാൾഡ്സിന്റെയും സ്റ്റാർബക്സിന്റെയും ഒക്കെ പണം കൊണ്ടാണ്. അവരുടെ ഭക്ഷണമാണോ നിങ്ങൾ വാങ്ങിക്കഴിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഫിൽസിന്റെയും വലിയൊരു ശതമാനവും നിങ്ങളെ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതം കൂറി. ഇതിനേക്കാളും വലിയൊരു തിന്മ എന്താണ്? എന്താ മൂപ്പര ബേജാറ്? മദീനത്ത് മക്ഡൊണാൾഡിന്റെ കമ്പനിന്റെ എന്തോ ഫുഡ് എന്തോ വെക്കുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു ബ്രിട്ടീഷ് പൗരൻ വന്നിട്ട് ഉംറക്ക് വന്ന സമയത്ത് ചോദിച്ചല്ലോ, അല്ല ചങ്ങായിമാരെ, ഇതിന്റെ ലാഭല്ലേ ഇവര് ഗസയിലെ നിരപരാധികളെ കൊന്നെടുക്കാൻ വേണ്ടി ജൂതന്മാർ ഉപയോഗിക്കണത്? നിങ്ങൾക്ക് യാതൊരു സമുദായ സ്നേഹവും ഇല്ലേ? ഇതിനെക്കാട്ടും വലിയ തിന്മ എന്താന്ന് കാസിമി ചോദിക്കാണ്. അപ്പൊ ജൂതന്റെ ഏതേ കമ്പനിക്കാർ സൗദിയിലൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കി നടക്കലാണ് മൂപ്പര് പണി. ഇവിടെ വലിയ ചരിത്ര ഗവേഷകനാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ജൂതന്മാര് കച്ചവടം ചെയ്തിട്ടില്ലേ?
റസൂൽ അവരായിട്ട് ക്രയവിക്രയം നടത്തിയിട്ടില്ലേ? എന്നാൽ ഈ ജൂതന്മാർ എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ ശത്രുക്കളാണല്ലോ, ഇസ്ലാമിന്റെ ശത്രുക്കളാണല്ലോ. ഇനി ജൂതന് 1 രൂപ ലാഭം ഉണ്ടാക്കണ ഒരു ഏർപ്പാടിന് നമ്മൾ കൂട്ടിക്കാൻ പാടില്ലെങ്കിൽ ഈ ചങ്ങായി പിന്നെ യൂട്യൂബ് കിടന്ന് ചിലക്കാൻ പാടുണ്ട. യൂട്യൂബ് ആരുതാ? യൂട്യൂബ് ഉണ്ടാക്കിയത് ആരോട്? വരക്കൽ മുല്ലൊക്കെ തങ്ങളോ തന്നെ? ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് ആരാ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോ തന്നെ? ഇതിന്റെയൊക്കെ ലാഭം ആർക്കാ പോണത്? ആ വക ബേജാറുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ യൂട്യൂബിൽ പ്രസംഗിക്കുന്നതല്ല. എന്റെ 1 രൂപ ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും മുതലാളിമാര് കൊണ്ടുപോയി ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സംസാരിക്കൂല. ഇയാൾ പറയണ്ടേ? ഇയാളല്ലേ ജ്യൂസിനെതിരെ ഒച്ചപ്പാടുണ്ടാക്കിനു? ജ്യൂസ് അത് കുടിക്കരുത്. ഏതാനും മാസം മുമ്പ് ഇയാൾ പറഞ്ഞല്ലേ ജ്യൂസ് കുടിക്കരുത്. ജ്യൂസ് ജ്യൂസ് എന്നൊരു വർഗം ഉണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ അവരെന്നുണ്ട് ജ്യൂസ്. ജ്യൂസ് ജൂതന്മാർ മനസ്സിലായില്ല. ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജൂതന്മാർ. ജ്യൂസ് കഴിക്കാനേ പാടില്ല. എന്താ ജ്യൂസിനുള്ള കംപ്ലൈന്റ്? ജ്യൂസ് ജൂതന്മാർ എന്നൊരു വിഭാഗമുണ്ടല്ലോ, ആ പേരും ഈ പേരും തമ്മിൽ സാമ്യമുണ്ടല്ലോ, അതുകൊണ്ട് ജ്യൂസ് കുടിക്കരുത് ഇയാൾ പറഞ്ഞില്ലേ? ഇയാളൊന്ന് പറട്ടെ, യൂട്യൂബ് അത് ഉപയോഗിക്കരുത്, അത് ജൂതന്റേതാണ് എന്ന് ഇയാൾ പറട്ടെ. അത്ര വലിയ ജൂതവിരോധിയാണെങ്കിൽ എന്റെ 1 റുപ്യ ഞാൻ അധ്വാനിക്കുന്ന എന്റെ സംസാരത്തിന്റെ 1 ലാഭം പോലും ജൂതൻ പിൻപറ്റരുത് എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ പറട്ടെ, ജ്യൂസ് കുടിക്കരുത്. ഇവിടെ മൂത്തേടത്തുള്ള അയമുട്ടിയാക്കാന്റെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് 2 കിലോ മാങ്ങ കൊടുക്കാണ്ട് ഇവിടെ ജ്യൂസ് അടിച്ച് കണിച്ച് കുടിച്ചു കഴിഞ്ഞാല് ജൂതൻ എന്ത് തേങ്ങ കിട്ടാൻ പോണത്? അതിനെതിരെ വരെ ഇയാള് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കിയല്ലോ, ജ്യൂസ് കുടിക്കരുത്. അപ്പൊ ഇയാള് കള്ളത്തരാണ് ഇയാളെയൊക്കെ മുഴുവനും. അറബ് രാഷ്ട്രങ്ങൾ എന്താ ചെയ്യുന്നത്? അത് ബൈനോക്കുലർ വെച്ച് നോക്കി നടക്കുക. ഇങ്ങനെ അത് പർവ്വതീകരിച്ച് പറയാം. അറബികൾ മൊത്തം ഇസ്ലാമിക വിരുദ്ധരാൻ സ്ഥാപിക്കുക, എന്നിട്ട് ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ കയ്യടി നേടുക. ഇതാണ് ഇയാൾ കുറച്ച് കാലമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇച്ചങ്ങായിന്റെ പ്രസംഗത്തിന്റെ നിലവാരം, ആകത്തുക. അതുകൊണ്ട് തന്നെ ഇയാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇയാളെ പ്രസംഗം കേട്ടിട്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂല, ഇസ്ലാമിക്ക് വരൂല. ഒരു മനുഷ്യൻ ഇച്ചങ്ങായിന്റെ പ്രസംഗം കേട്ടിട്ട് ഇതാവുന്ന പവിത്രമായ ഇസ്ലാം എന്ന് കരുതി ഇച്ചങ്ങായിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു കുട്ടിയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനോ ഇസ്ലാമിക്ക് വരാനോ തയ്യാറാവൂല. ഇതൊരു കുറ്റം പറയുന്നല്ല, അയാളെന്താ പറയേണ്ടത്? ഇന്നെപ്പോലത്തെ ലോക്കലുകൾ വയറു പറഞ്ഞാൽ ഒരാൾ പോലും മുസ്ലിം ആവൂല. ഇതാണ് സത്യം. ഇയാളെപ്പോലത്തെ ലോക്കലുകൾ വയറിഞ്ഞ ഒരാൾ മുസ്ലിം ആവൂല എന്ന് മാത്രമല്ല, ഇസ്ലാം ആരെയും ചാടി പോണും കൂടി നോക്കിക്കോളി നിങ്ങൾ. അജ്ജാതെ വയലാണ് ഈ ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കും ഗുണമല്ല, ഇസ്ലാമിലും ഗുണമല്ല, ആകെ ഗുണമുള്ള ഇസ്ലാമിനെ കുറിച്ച് ശത്രുക്കൾക്ക് മാത്രം ഇയാളെ പ്രസംഗം കൊണ്ട്. അതുകൊണ്ട് തന്നെ 25 കൊല്ലം ഇയാളെ പ്രസംഗം ചടഞ്ഞിരുന്ന് കുത്തിരുന്ന് കേൾക്കണ ആ പൊട്ടൻ കിട്ടിയ കൗമുണ്ടല്ലോ, ആ കൗമ് 25 കൊല്ലം പ്രസംഗം കേട്ടിട്ട് ഒരു കാര്യമില്ല. ആ കൗമിനെ വരെ ഇയാൾക്ക് വിശ്വാസമില്ല ഇയാളെല്ലാം പറയുന്നുണ്ട്. 25 കൊല്ലം എന്റെ ക്ലാസ് കേട്ട ആളെ ഇതൊന്നും സ്വാഗതം പറയുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാ, ഞാനോ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഓനെ എനിക്ക് വിശ്വാസമില്ല? ഒന്റെ ആളല്ല, നിനക്കറിയാം. എങ്ങനെയുണ്ട് മുപ്പരെന്നെ പറയണേ? 25 കൊല്ലം എന്റെ മുമ്പിൽ ചടഞ്ഞിരുന്ന് കോളാമ്പിമാര് വായും പൊളിച്ചിരുന്ന ആ കുഞ്ഞാപ്പുണ്ടല്ലോ, ഞാൻ പൊട്ടൻ ചാർത്തി കൊടുത്തി ആ കൗമ്, ഓനെ വരെ എനിക്ക് വിശ്വാസമില്ല. 25 കൊല്ലം കേട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓനോട് സ്വാഗതം പറയാൻ ഞാൻ പറഞ്ഞില്ല. കാരണം സ്വാഗതം പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞോളത് കേട്ട് സഹി കെട്ടിട്ട്. അപ്പൊ 25 കൊല്ലം ഇയാളെ പ്രസംഗം കേൾക്കണ കൗമിനെ വരെ ഇയാൾക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഈ തൊലിച്ചിരിക്കണത്? എന്തിനാണ് ഇയാൾ പ്രസംഗിക്കണത്? കെട്ടിയോളിയും കുടുംബത്തിന്റെയും മഹലിന്റെയും പ്രസ്ഥാനത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും മൊത്തം ശാപമേറ്റുവാങ്ങാനുള്ള ഒരു ജന്മം. എന്തിനാടോ ഇത്? അങ്ങനെ ഒരു ജന്മം ആർക്ക് എന്ത് പ്രോഫിറ്റ് ആവുണ്ടല്ലോ? സമുദായത്തിന് എന്താ ഉള്ളത്? ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കല്ലാതെ, സംഘികൾക്കല്ലാതെ സമുദായത്തിന് എന്ത് ഗുണം ഈ ചങ്ങായിനെ കൊണ്ട്? എന്താണ് ഇയാളെ പ്രസംഗത്തിന്റെ ആകത്തുക? കുറെ ബടായി, കുറെ അയാളെ പോലീസ് അയാളെ പറയും, ഞാൻ കണ്ടെത്തിയതാണ്, എഴുതി വെച്ചോളൂ. കാസിമിന ഇപ്പൊ ഇത് പറയാനായിട്ട് അല്ല ആകാശത്ത് നിന്ന് നൂല് കെട്ടി ഇറക്കിയതാണ്, ഞാൻ അത് പറയുക തന്നെ ചെയ്യും. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞ് നേരായി എതിരായി അപ്പുറത്ത് പോയി പ്രസംഗിക്കും. എന്നിട്ട് പറയും, ഇത് ഞാൻ കണ്ടെത്തിയതാണ്, ഇത് പറയാനാണ് അള്ളാഹ് കാസിമിനെ അങ്ങോട്ട് ഇറക്കിയത്, ഇത് ഞാൻ പറയുക തന്നെ ചെയ്യും. ആരാടാ ഇതെടുക്കാന്? പോയി പണി നോക്കടാ, അന്റെ വാപ്പല്ലടാ എന്റെ വാപ്പ. ഇതാണ് ഇയാളെ പ്രസംഗത്തിന്റെ ആകത്തുക.
മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ കുറെ ബടായി, കുറെ തെന്നപ്പൊക്കൽ, കുറെ ഇജ്തിഹാദ്, മുൻഗാമികൾക്ക് ആർക്കില്ലാത്ത കുറെ ഗവേഷണങ്ങള്. അത് ആയത്തിനാണെങ്കിലും ഹദീസിനാണെങ്കിലും സ്വയം ഗവേഷണം, അങ്ങനെ കാട് കയറിയ ഗവേഷണം. അങ്ങനെ ഗവേഷണം നടത്തി 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 ഇയാൾ പോകുന്നത് തനി ചേകന്നൂരിസത്തിലേക്കാണ്. സമീപ ഭാവിയിൽ ഇയാൾ ചേകന്നൂരിസത്തെത്തും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ചേകന്നൂർ ഉണ്ടായത്. സ്വയം ഗവേഷണം, മുൻഗാമികൾ കൊടുക്കാത്ത ഗവേഷണം, ആയത്തിന് മുൻഗാമികൾ കൊടുക്കാത്ത വിശദീകരണം, ഹദീസിന് മുൻഗാമികൾ കൊടുക്കാത്ത വിശദീകരണം, സ്വന്തം മണ്ട ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുക. അങ്ങനെ ഗവേഷണം നടത്തി 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 കാട് കയറിപ്പോയിക്കാണ്ട് തന്നെ ചേകന്നൂരുണ്ടായത്. ആ രണ്ടാം ചേകന്നൂരിസത്തിലേക്ക് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? അത് താമസിയാതെ തിരിയും, സമസ്തക്കാർക്ക് തന്നെ തിരിയും. ഇയാൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇയാൾക്ക് തന്നെ മനസ്സിലാവണില്ല, ഇയാൾക്ക് ഓർമ്മയില്ല. അത് ഓരോന്ന് നമ്മൾ മാന്തി പുറത്തിടും. ഇയാളെ സമസ്തന്റെ വേദി പോയിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ ബലൂരിൽ വെള്ളം നിറച്ച മാറി എവിടേക്ക് നെക്കിയാൽ അവിടെ പോയി നിൽക്കും. സമസ്തന്റെ വേദി പോയിക്കാണ്ട് സമസ്തക്കാരും സമസ്തന്റെ നേതാക്കന്മാരും ആ സംഘടനയും കുറേ ആട് വെക്കും. നേരെ അതിന്റെ അപ്പുറത്ത് പോയിക്കാണ്ട് അതിനെ വെല്ലുവിളിക്കും. പോയിക്കാണ്ട് ഞാരട മൂലാന ഇന്നെ കിട്ടൂല, ഞാൻ റഹ്മത്തുള്ളടാ എന്ന് പറയുന്നത് ഇപ്പുറത്ത് നേരെ പ്രസംഗിക്കും. കുറെ സമസ്തന്റെ ആവശ്യകത പ്രസംഗിക്കും. ഇവിടെ ഒരു ത്വരീഖത്തിന്റെ ആവശ്യമില്ല എന്ന് പറയും. പിന്നെ ഏതെങ്കിലും ത്വരീഖത്ത് പോയി മെമ്പർഷിപ്പ് എടുക്കും. പിന്നെ ആ ത്വരീഖത്ത് ചേരാത്തോലെ കുറ്റം പറയും. കുറെ നിസ്കരിക്കാത്ത ഔലിയാക്കളെ കുറ്റം പറയും. പിന്നെ നിസ്കരിക്കാത്ത ഔലിയാക്കളെ പോലീസ് കുറെ പറയും. ഒക്കെ ഞാൻ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഇയാളെ പഴയ കുറച്ച് പ്രസംഗങ്ങൾ മാത്രമാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള പണി. എല്ലാം ഇയാളെ പഴയ കാസിമിയും പുതിയ കാസിമിയും, കാസിമിയുടെ പഴയ കൗലും ജദീദായ കൗലും കദീമായ കൗലും മാന്തി പുറത്തിട്ടിട്ട് ഇയാളെ വായടപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടങ്ങുള്ളൂ. അത് ശരി, ആ പിരാന്തിനുള്ള മരുന്നൊക്കെ ഞങ്ങളെ കണ്ട്. അപ്പൊ ആരാണ് ഇയാള്? എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഇയാൾ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സമീപഭാവിയിൽ നമുക്ക് മനസ്സിലാവും. താൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി ഇയാൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ടീം തന്നെയാണല്ലോ ചേകന്നൂരിനെ മറ്റേ ടീമിനൊക്കെ പൊക്കി നടക്കുന്നത്. ഇവിടുത്തെ പല സംഘി ഓൺലൈൻ മീഡിയകളാണ് ഈ ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഓലെന്നെയാണ് ഇയാളെയും പൊക്കണത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇയാളുടെ ഓരോ വൈരുദ്ധ്യങ്ങളും ഇയാൾ പണ്ട് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് എപ്പിസോഡുകളിലായിട്ട് കൊണ്ടുവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.